राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपीचन वल्लभा, जय गिरिवरधारी, जय गिरिवरधारी। यशोदनंदन व्रज जनरंजना, यशोदनंदन व्रज जनरंजना, यशोदनंदन व्रज जनरंजना, यशोदनंदन व्रज जनरंजना। यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधवा कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे, राधा वृंदावन कृष्ण राधा वृंदावन कृष्ण राधे, जय जगन्नाथ जय बलदेवा, जय सुभद्रा जय सुदर्शन, जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरनिताय, निताय गौर हरि बोल हरि बोल हरि बोल, निताय गौर हरि बोल। जय जय प्रभुपाद
प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय विष्णुपाद ब्रह्मंस प्रभु स्तोत्र सदा इस डिवाइन ग्रेस ऐसे भक्तिवेदांत स्वामी श्रील प्रभुपाद की जय। इस्कॉन बीबीटी संस्था पगाचार्य श्रील प्रभुपाद की जय। जगत गुरु श्रील प्रभुपाद की जय। जय विष्णुपाद परमहंस जगचार्य स्तोत्र सदा इस डिवाइन ग्रेस भक्ति सिद्धांत सरस्वती गोस्वामी प्रभुपाद महाराज की जय। अनंत कुल वैष्णव वृंद की जय। नमाचार्य श्री हरिदास ठाकुर की जय। प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद की जय। श्री श्री राधा माधव श्री राधा भगवान की जय। जगन्नाथ बलदेव रामाय सुदर्शन की जय। श्री श्री गौर निताय की जय। श्रील प्रभुपाद की जय। श्री गुरुदेव की जय। अनंत कुल वैष्णव वृंद की जय। हरे कृष्णा. നമ്മള് ഇന്ന് ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായത്തില് ശ്ലോകം 9ഉം 10ഉമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാട തനയ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യുയുത്സുർഗൗതമോ യമൗ മൃഗോദരശ്ച ധൗമ്യശ്ച സ്ത്രീയോ മത്സ്യസുധാദയാ നസേഹിരേ വിമുഖ്യന്തോ വിരഹം ശാരംഗധന്വഃ. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാട തനയത്തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യുയുത്സുർഗൗതമോ യമൗ ബൃഹോദരശ്ച ധൗമ്യശ്ച സ്ത്രീയോ മത്സ്യസുധാദയാ നസേഹിരേ മുഖ്യന്തോ വിരഹം സാരംഗധന്വഃ ധാൻവഃ. ഹരേ കൃഷ്ണ. മാതാജി, എൻ്റെ മലയാളം ഇല്ല. ആർക്കെങ്കിലും മലയാളം വായിക്കാവോ? അതിന്റെ വിവർത്തനം ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ് കി ജയ്. ആ സമയം സുഭദ്ര, ദ്രൗപദി, കുന്തി, ഉത്തര, ഗാന്ധാരി, ധൃതരാഷ്ട്രർ, യുയുത്സു, കൃപാചാര്യൻ, നകുലൻ, സഹദേവൻ, ഭീമസേനൻ, ധൗമ്യൻ, സത്യവതി എന്നിവരെല്ലാം ഖിന്നരായി കാണപ്പെട്ടു. എന്തെന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വേർപാട് അവർക്ക് സഹിക്കുവാൻ അസാധ്യമായിരുന്നു. ഭാവാർത്ഥം: ഭഗവാന്റെ വിരഹം താങ്ങാൻ കഴിയാത്ത വിധം ശ്രീകൃഷ്ണ ഭഗവാൻ ജീവാത്മാക്കൾക്ക്, വിശേഷിച്ചും ഭക്തർക്ക് ആകർഷകനാകുന്നു. ബദ്ധാത്മാക്കൾ മായാശക്തിയുടെ മായിക ശക്തിയാൽ ഭഗവാനെ വിസ്മരിക്കുന്നു. അല്ലാത്ത പക്ഷം ഭഗവാനെ വിസ്മരിക്കുവാൻ ബദ്ധാത്മാവിന് കഴിയുകയില്ല. അപ്രകാരമുള്ള വിരഹം വിശദീകരിക്കുവാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അത് മനസ്സിലാക്കുവാൻ ഭക്തർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വൃന്ദാവനത്തിൽ നിന്നും യാത്രയായ ഭഗവാന്റെ വേർപാടിൽ നിഷ്കളങ്കരായ ഗ്രാമീണ ഇടയബാലന്മാരും ഗോപികമാരും സ്ത്രീജനങ്ങളുമെല്ലാം ജീവിതത്തിലുടനീളം വിരഹദുഃഖത്താൽ കൊടിയ വേദന അനുഭവിച്ചു. മാത്രവുമല്ല, അത്യന്തം പ്രിയപ്പെട്ട രാധാറാണിയുടെ വിരഹദുഃഖം പ്രകടനാതീതമായിരുന്നു. ഒരിക്കൽ ശ്രീകൃഷ്ണനും രാധാറാണിയും കുരുക്ഷേത്രത്തിൽ സൂര്യഗ്രഹണവേളയിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ പ്രകടിപ്പിച്ച വികാരം ഹൃദയഭേദകമായിരുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തരുടെ ഗുണങ്ങളിൽ നിശ്ചയമായും അന്തരമുണ്ട്. എന്നാൽ പ്രത്യക്ഷ സംസർഗത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ഭഗവാനുമായി സമ്പർക്കത്തിലേർപ്പെട്ട അവർക്കാർക്കും ഒരു നിമിഷം നേരത്തേക്ക് പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കുവാനാവില്ല. ഒരു ശുദ്ധ ഭക്തന്റെ മനോഭാവമാണിത്. ശില പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രതിഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി ഭാഷാത്യ ദേശതാരണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे.
ഞാൻ നോക്കില്ല സൗണ്ട്. ഹരേ കൃഷ്ണ. ഇപ്പൊ സൗണ്ട് വ്യത്യാസം പ്രഭു. ഓക്കെയാണ് പ്രഭു. ഓക്കെയാണ്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭഗവാൻ ഹസ്തിനാപുരത്തിൽ നിന്നും ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ ഭഗവാൻ പോകുന്ന സമയത്ത് ആർക്കെല്ലാം അത് വേദന ഉളവാക്കി എന്നുള്ളത് കാണിക്കേണ്ടത്. സുഭദ്ര, ദ്രൗപദി, കുന്തി നമുക്കറിയാം ആരൊക്കെയാണ്. സുഭദ്ര ഭഗവാന്റെ സഹോദരിയാണ്. ദ്രൗപദി ഭഗവാന്റെ ഭക്തയാണ്. കുന്തി ദേവി വിരാടതനയ തഥ. വിരാടതനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര, വിരാടപുത്രൻ. ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച. ഗാന്ധാരി സതി പതിവ്രതയായ ഗാന്ധാരി. ധൃതരാഷ്ട്ര, ധൃതരാഷ്ട്രനെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയ. യുയുത്സുർ ഗൗതമോ യമോ. യുയുത്സു ധൃതരാഷ്ട്രന്റെ പുത്രനാണ്. പഞ്ചപാണ്ഡവരുടെ കൗരവമായിട്ടുള്ള യുദ്ധത്തില് യുയുത്സു മാത്രമേ, അല്ലെങ്കിൽ ധർമ്മത്തിന് അനുസൃതമായിട്ട് യുദ്ധം ചെയ്തുള്ളൂ. അദ്ദേഹം ധൃതരാഷ്ട്രരുടെ തന്നെ പുത്രനാണ്. ഗൗതമോ യമോ കൃപാചാര്യൻ. പിന്നെ ആരാണ്? നകുലനും സഹദേവനും. ഭീമൻ, ഭീമസേനൻ. വൃകോദരശ്ച ധൗമ്യശ്ച. ധൗമ്യനാണ് അവരുടെ മുഖ്യ പ്രീസ്റ്റ്. മത്സ്യസുധ. മത്സ്യസുധ അദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ സ്ത്രീകളുണ്ട്, പക്ഷെ ആരൊക്കെയാണ് അതിന്റെ ഹെഡിൽ നിൽക്കുന്നത്? സത്യവതി സ്ത്രീയോ മത്സ്യസുധാദയ. അപ്പൊ അവരും. പിന്നെ ആരാണ്? നസേഹീരേ വിമുഹ്യന്തോ വിരഹം ശാരംഗ ധൻവനഃ. ഈ ശാരംഗപാണിയായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, ശില പ്രഭുപാദര് പറയുന്നു, അദ്ദേഹം തന്റെ കയ്യില് ഒരു ശംഖ് കയ്യില് വഹിച്ചിരുന്നുണ്ട് അത്രേ. അപ്പോ ഇദ്ദേഹത്തിൽ നിന്നുള്ള ആ വിരഹത്തിനെ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവർക്ക് അല്പനേരത്തേക്ക് ബോധക്ഷയം ഉണ്ടായെന്നുള്ള രീതിയാണ്. അപ്പോ ശില പ്രഭുപാദര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഭക്തന്മാർക്ക് ഭഗവാൻ അതീവ ആകർഷകനായിട്ട് ഭവിക്കുന്നു. കൃഷ്ണന്റെ പദത്തിന്റെ അർത്ഥം തന്നെ സർവാകർഷകനാണ്. പക്ഷേ എല്ലാവർക്കും കൃഷ്ണൻ സർവാകർഷകനല്ല. എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഭഗവാൻ സർവ ആകർഷകൻ? നമ്മൾ പറയത്തില്ലേ, ബദ്ധ ജീവാത്മാവിന് ഭഗവാനോട് എത്രത്തോളം താല്പര്യം ഉണ്ടാവും? ബദ്ധ ജീവാത്മാക്കൾക്ക് അവർക്ക് ഭഗവാനേക്കാൾ കൂടുതൽ അവർ അട്രാക്റ്റഡ് ആയിരിക്കുന്നത് ഭൗതിക വസ്തുക്കളോടാണ്. അപ്പൊ അവർക്ക് ഈ വിരഹം ഉണ്ടാവില്ല, ഭഗവാനോടുള്ള വിരഹം ഉണ്ടാകും. കാരണം ബദ്ധജീവാത്മാവിന്റെ പദത്തിന്റെ അർത്ഥം തന്നെ ഭഗവാനെ വിസ്മരിച്ചിട്ട് മായയിൽ ആസക്തനായ വ്യക്തി എന്നാണ്. അപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ സർവ ആകർഷകനാണ്. ഇതാണ് ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം. അപ്പോ വിരഹം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പറയത്തില്ലേ, വിരഹവേദന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേർപാട്. വേർപാട്. അപ്പൊ വേർപാടിന്റെ അർത്ഥം
അതിനു മുന്നേ അവർ ഒന്നിച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഭൗതിക ജീവസത്തകള് ഭഗവാനുമായിട്ട് വേർപാടുണ്ടോ, അല്ലെങ്കിൽ ഭൗതിക ജീവസത്തകൾക്ക് ഭഗവാനുമായിട്ടുള്ള വേർപിരിയൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ല എന്ന് മനസ്സിലാക്കാം. ഒരു തരത്തിൽ നമ്മളും ഭഗവാനിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോ. പക്ഷെ അവിടെ വേർപാടില്ല. വേർപാട് എവിടെയാ വരുന്നത്? ഭക്തനും ഭഗവാനുമായിട്ട് എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത്, ആ കണ്ടതിന് ശേഷം, കാണുന്ന സമയത്ത് നമ്മൾ പറയും സംഭോഗം ഭക്തനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ രണ്ടാമത്തത് വിയോഗം, അല്ലെ? അപ്പോ ഭഗവാനോടുള്ള പ്രേമം എന്ന് പറയുന്നത്, അതില് നമ്മളൊരു നമ്മൾ പറയത്തില്ല, ഒരു എന്താണ്, റിവർ പോലെയാണ് അത്ര ഭഗവാനോടുള്ള സ്നേഹം, പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു നദി പോലെയാണ്. ഈ നദിക്ക് രണ്ട് കരകൾ ഉണ്ടാവും. സെന്ററിലൂടെ നദി ഒഴുകുന്നു, രണ്ട് കരകളും ഉണ്ടാവും. ഇപ്പൊ പ്രേമത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ രണ്ട് കരകളും ഉണ്ടാവണം. നടുക്കൂടി പ്രേമം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനുമായിട്ടുള്ള സംയോഗം, രണ്ടാമത്തത് ഭഗവാനുമായിട്ടുള്ള വിയോഗം. ഈ വിയോഗത്തിനെ നമ്മൾ പറയും വിരഹം എന്ന് പറയും. ആ വിരഹം നമ്മുടെ രൂപഗോസ്വാമിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, ബ്രഹ്മമാധവ ഗൗഡിയ സമ്പ്രദായത്തില് പ്രേമത്തിന്റെ പരമമായ അവസ്ഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീല ഗോർഗോവിന്ദ മഹാരാജ് പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ലാസ്റ്റ് ലിമിറ്റ് ഓഫ് ഭക്തി എന്ന് പറഞ്ഞിട്ട്, ഭക്തി നൈപുണ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം പറയണ, എന്താണ് ഭഗവത് ഭക്തിയുടെ അവസാനത്തെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്താണ്? ദ പിനക്കിൾ ഓഫ് ഡിവോഷൻ. ഭക്തിയുത സേവനത്തിന്റെ കൊടുമുടി, ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരഹമാണ്. സംഭോഗത്തെക്കാൾ തീവ്രമാണത്രേ വിരഹം. പക്ഷെ ഭൗതിക അസ്തിത്വത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ വിരഹം എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി അറിയാൻ പറ്റില്ല. ഇപ്പൊ മാധവേന്ദ്രപുരിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ, മാധവേന്ദ്രപുരിയാണ് നമുക്ക് ഈ നമ്മുടെ സമ്പ്രദായത്തിലേക്ക് ഈ വിരഹം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയണ, ഭഗവാനിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട്, വിരഹത്താൽ നമ്മൾ ഭഗവാനിൽ നിന്നും മാറി നിൽക്കുന്ന ആ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പ്രദായത്തില് മാധവേന്ദ്രപുരിയെ നമുക്ക് നമ്മുടെ ടോപ്പ് മോസ്റ്റ് ഭക്തന്മാരിൽ ഒരാളായിട്ട് കണക്കാക്കാൻ പറ്റും. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന ഭഗവാനെ എങ്ങനെ വിരഹത്തിൽ നമുക്ക് ഭഗവാനെ സെർവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് വിരഹം കിട്ടാത്തത്? വിരഹത്തിന്റെ ഫോർമോസ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഭഗവാന്റെ സാമീപ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം വേണം. ഭൗതിക അസ്തിത്വത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഭഗവാനുമായിട്ട് ഉള്ള ദർശനം കിട്ടിയിട്ടില്ല. അപ്പോ ദർശനം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ വിരഹം അല്ലെങ്കിൽ വേർപെടൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു മുഖ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നോക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട്, നമുക്ക് വളരെ അടുത്ത് ഇടപഴകുന്ന വ്യക്തികളുമായിട്ട്, നമുക്ക് വളരെയധികം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന മറ്റുള്ള വ്യക്തികളെ, അവരുമായിട്ട് നമുക്ക് വേർപാട്, ആ വിഷമങ്ങൾ വരാറുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഭഗവാൻ
സാധാരണ ജീവജാലങ്ങൾക്ക് ദർശനം നൽകുന്നില്ല. എന്തുകൊണ്ട് ഭഗവാന്റെ ആ ആബ്സെൻസ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്? അപ്പോ കൃഷ്ണ അപ്പോ ഹരിപാർഷദ് പ്രഭു അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ അദ്ദേഹം പറയണം, എന്തായിരിക്കും കാരണം നമുക്ക് ഭഗവാനിൽ നിന്നും നമുക്ക് ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്ത്? അപ്പൊ ഇങ്ങനെ ദർശനം കിട്ടാത്ത ഭഗവാനിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് കാണാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയായിരുന്നു. ഒന്നെന്താണ്, എന്തുകൊണ്ട് കൃഷ്ണൻ ഭൗതിക അസ്തിത്വത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ദർശനം നൽകുന്നില്ല? അങ്ങനെ ഭഗവാനിൽ നിന്ന് വിമുഖനായിരിക്കുന്ന ജീവജാലങ്ങൾ എന്തു ചെയ്യണം? ഈ 2 ചോദ്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ദർശനം നൽകാത്തത്? എന്തായിരിക്കും കാരണം? ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഭഗവാൻ ദർശനം നൽകുന്നില്ല? എന്തെങ്കിലും കാരണം ഉണ്ടാകും? എത്രയോ ആൾക്കാര് ഭഗവാൻ ഇല്ല, ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിനെ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ എസ്പെഷ്യലി കേരളത്തിൽ തന്നെ വളരെയധികം ആൾക്കാരെ പിന്താങ്ങുന്ന ഒരു ചിന്താഗതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തീസം അല്ലെങ്കിൽ യുക്തിവാദം. അത് വളരെയധികം അത് വേൾഡ് വൈഡ് തന്നെ യുക്തിവാദം അവര് വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അവര് യുക്തിസഹജമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തിനാ നിങ്ങൾ കാണാത്ത ഒരു ദൈവത്തിനെ നിങ്ങൾ ആരാധിക്കുന്നത്? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നില്ല? അപ്പൊ അവര് ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇപ്പോ ദൈവമുണ്ട്, എത്രയോ വ്യക്തികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിന് ഭഗവാന് വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, ഞാനിവിടെ ഉണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും നോക്കുക, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പോയിക്കൂടായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് അദ്ദേഹത്തിന്റെ ദർശനം തരാത്തത്? കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ദർശനം തന്നിരുന്നെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ അർത്ഥം അദ്ദേഹം തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീപാദ ജീവഗോസ്വാമി അദ്ദേഹം പറയുന്നതാണ്, ഭഗവാൻ ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫ്രീ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം ഭഗവാനെ വേണോ വേണ്ടയോ എന്നുള്ളത്. അതിന്റെ ആ ശക്തി, ഭഗവാനെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ മായയെ സ്വീകരിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് മായയെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഭഗവാനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ ഭഗവാൻ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് നൽകുന്നത് നമുക്ക് വേദങ്ങളിലൂടെ പ്രമാണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ വേദങ്ങളിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ പറ്റി അറിയാൻ പറ്റും. ഭക്തന്മാരുടെ സംസർഗം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ ഭഗവാനെ പറ്റി അറിയാൻ പറ്റും. ഇപ്പൊ ഭഗവാൻ നൽകാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ വന്ന് തന്റെ സ്വരൂപം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രീ വില്ല് പോയില്ലേ? അനാദിയായിട്ട് ഞാൻ മായയെ സെലക്ട് ചെയ്യുന്നു എന്നുള്ള സ്വാതന്ത്ര്യം ബദ്ധ ജീവാത്മാവ് എടുത്തു. ഐ ഡോണ്ട് വാണ്ട് കൃഷ്ണ.
അനാദി ഭഗവത് ഉന്മുഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അനാദിയായിട്ട് ഭഗവാനെ സേവിക്കണം. അങ്ങനെയുള്ള വ്യക്തികളെല്ലാം കൂടി അങ്ങോട്ട് പോയി. അവര് ആധ്യാത്മിക ലോകത്തിലേക്ക് പോയി. അനാദി ഭഗവത് വിമുഖ്യ എന്ന് സ്വീകരിച്ച ഓപ്ഷനുള്ള സെലക്ട് ചെയ്ത ആൾക്കാർ 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാൻ നൽകിയത്. ഒന്ന്, ഭഗവാനെ സ്വീകരിച്ച് അനാദിയായിട്ട് ആധ്യാത്മിക ലോകത്തേക്ക് പോകാം. 2, ഭഗവാനിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് തടസ്ഥമായിട്ട് ഉള്ള ശക്തികൾക്ക് കിട്ടുകൊടുത്ത ചോയ്സാണ്. അപ്പോ നമ്മളെല്ലാവരും ഈ 2ാമത്തെ ചോയ്സ് എടുത്ത ആൾക്കാരാണ്. ഓ, ഭഗവാനെ വേണമെന്ന് എനിക്കില്ല, ഞാൻ മായയിൽ സന്തുഷ്ടനാണ്. ഇത് നമ്മൾ ചൂസ് ചെയ്താണ്. അതുകൊണ്ട് ഭഗവാൻ നമ്മളുടെ മുന്നിൽ നമുക്ക് ദർശനം നൽകുന്നില്ല. ആയതിനാൽ നമ്മൾ ചൂസ് ചെയ്ത ഭൗതിക പ്രകൃതി നമുക്ക് സദാ നമുക്ക് ദർശനം നൽകുന്നുണ്ട്. ഓക്കെ, ഭഗവാൻ നേരിട്ടില്ലെങ്കിലും ഭഗവാന്റെ ശക്തികൾ മുഖേനെ നമുക്ക്, ഭഗവാന്റെ സെപ്പറേറ്റഡ് എനർജി മുഖേനെ നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിനെ ദർശിക്കാം. അനാദിയായിട്ട് ഞാൻ ചൂസ് ചെയ്തു ഭഗവാൻ വേണ്ട, തഥാസ്തു, നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? യഥാർത്ഥത്തില് നമ്മള് ഭഗവാന്റെ സേവകരാണ്. തടസ്ഥ ശക്തിയിലുള്ള എല്ലാ ജീവാത്മാക്കളും ജീവേര സ്വരൂപഹായി കൃഷ്ണേര നിത്യദാസ്യാണ്. അല്ലെ? നമ്മള് വീണ്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് വരണം. എന്താണ് നമ്മുടെ സിറ്റുവേഷൻ? കൃഷ്ണന്റെ നിത്യദാസന്മാരാണ് ഞാൻ എന്നുള്ള വസ്തുത നമുക്ക് വെളിവാവണം. അപ്പോ ഇനി തിരിച്ചു ഭഗവാൻ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ നമ്മള് ഭഗവാനോടുള്ള പ്രേമം നമുക്കുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കതില്ല. നമുക്ക് ഭഗവാനോടുള്ള പ്രേമോ അല്ലെങ്കിൽ വിരഹോ അല്ലെങ്കിൽ ദർശനമോ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടണം. എന്താ ചെയ്യണ്ട ഇനി അതിനു വേണ്ടി? ഫസ്റ്റ് നമ്മൾ ഭഗവത് ദാസന്മാരാണെന്നുള്ള വസ്തുത നമ്മളുടെ അവബോധത്തിലേക്ക് എപ്പോഴും കൊണ്ടുവരണം. നമ്മള് ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് ആ ഒരു അവബോധം കൊണ്ടുവരാൻ വേണ്ടിയാണ് നമുക്ക് മദൻ ഗോപാൽ ദാസ അല്ലെങ്കിൽ ലക്ഷ്മി പ്രിയ ദേവി ദാസി എന്നൊക്കെ പറഞ്ഞ് ദാസി ദാസ എന്ന പേര് നമുക്ക് തരുന്നു. ഇത് ആധ്യാത്മികമായിട്ട് മുന്നേറാനുള്ള നമ്മളുടെ ആദ്യ പടിയാണ്. ദാസ, താൻ ഭഗവാന്റെ ദാസനാണെന്ന് മനസ്സിലാക്കണം ആദ്യം. അപ്പോ ദാസ്യരസത്തിലേക്ക് നമ്മൾ എത്തണം. ദാസ്യരസത്തിലേക്ക് എത്തണമെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിക്കണം, ഞാൻ മുക്തിനാഥ് ദാസൻ എന്നാണ് വിചാരിക്കണം. പക്ഷെ എൻ്റെ പേര് വൈകുണ്ഠ നാഥൻ എന്നാണെങ്കിലോ? വൈകുണ്ഠനാഥ ദാസ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പൊതുവെ കുറച്ചാൽ കഴിയുമ്പോൾ നമ്മള് അത് ലോപിച്ച് ദാസ എന്നുള്ളത് നമ്മൾ മാറ്റും, അല്ലെ? എനിക്കൊന്ന് ഗൗരംഗപ്രഭുവാണ് ഒരിക്കൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ, നമ്മളിങ്ങനെ ഭക്തിയുത സേവനത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഭക്തിയുത സേവനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ്. നമ്മൾ എല്ലാവരെയും പുതുക്കെ നമ്മൾ സേവിക്കാൻ തുടങ്ങും. കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മൾ സീനിയർ ആകും. സീനിയർ ആകുന്ന സമയത്ത് അത് നമ്മൾ വിചാരിക്കും, ഓക്കെ ഞാനിപ്പോ ഒരു ലീഡറൊക്കെ ആയി. അപ്പോൾ ആരെങ്കിലും നമ്മളെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നേക്കാൾ
ജൂനിയർ ആയിട്ടുള്ള വ്യക്തികൾ NSC പേരൊക്കെ വിളിക്കുന്നു. അപ്പോ നമ്മൾ തോന്നും നമ്മൾ പ്രഭുവല്ലേ എന്ന് തോന്നും. ചില വ്യക്തികൾ പേര് പറയുമ്പോൾ പോലും പറയും, ആരാ സംസാരിക്കണ? ഞാൻ വൈകുണ്ഠ ദാസനല്ല, ഞാൻ വൈകുണ്ഠ പ്രഭു എന്നേ നമ്മൾ പറയത്തുള്ളൂ. അപ്പൊ ഈ പ്രഭു എന്ന് പറയപ്പെടുന്ന പദം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പദമാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട പദമല്ല. നമ്മളെപ്പോഴും ദാസനാണ്. അപ്പോ കുറെ നാൾ ആൾക്കാർ പ്രഭു എന്ന് വിളിച്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പ്രഭുവാണെന്ന് വിചാരിക്കും. അപ്പോ ഇങ്ങനെ അഡ്വാൻസ് ചെയ്തിട്ട് അവസാനം നമ്മൾ ഗൗരംഗ പ്രഭു പറയുന്നത് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് നമ്മള് ഒരു ദിവസം നമ്മൾ വിചാരിക്കും നമ്മൾ മഹാപ്രഭു ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ജീവസത്തയുടെ വീണ്ടും പതനം, ഭക്തിയുത സേവനത്തിന് വന്നിട്ടും 90% ആൾക്കാരിനും പതനം സംഭവിക്കുന്നത്, 99% ആൾക്കാർക്കും വീണ്ടും പതനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവേര സ്വരൂപഹായ കൃഷ്ണേര നിത്യദാസ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോ കൃഷ്ണന്റെ ദാസനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പോഴാണ് ഭക്തിയുടെ രസം നമുക്ക് മനസ്സിലാക്കുന്നത്. ഭഗവാൻ പറയത്തില്ലേ, 9ാമത് അധ്യായത്തിൽ പറയണം, നമ്മള് ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പെർസെപ്ഷൻ ഉണ്ടാവും. പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഇത്രയും നാളായിട്ട് എനിക്ക് എന്താണ് ആ പ്രത്യക്ഷാവഗമം ധർമ്മ്യം? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, പ്രത്യക്ഷാവഗമം ധർമ്മ്യം കിട്ടുമെന്ന്. പിന്നെ എന്താ എനിക്ക് ആ രസം കിട്ടാത്ത? എന്തുകൊണ്ടാ ആ ദാസ്യഭാവത്തിന്റെ രസം പോലും എനിക്ക് കിട്ടാത്ത? എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. എന്തായിരിക്കും പ്രശ്നം? ശ്രീല രൂപഗോസ്വാമി നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻസില് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മള് ഭക്തിയുത സേവനത്തിൽ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മനോഭാവത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്. എന്തിനെ ആശ്രയിച്ചിരിക്കും? ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫോളോവർ. ദാസനാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ ദാസഭാവത്തില് നമ്മൾ വർത്തിക്കണം. ഹനുമാനോട് രാവണൻ ചോദിച്ചു, നീ അല്ലെങ്കിൽ സീതാദേവി ചോദിച്ചു, എങ്ങനെയാ നിനക്ക് എങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഇവിടെ വരാൻ പറ്റും? ഇത് വളരെ ദുർഘടമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ അസുരന്മാരും രാവണനൊക്കെ വളരെയധികം ശക്തന്മാരാണ്. അപ്പൊ ഹനുമാൻ സീതാദേവിക്ക് ആശ്വാസം നൽകിയെന്ന് പറഞ്ഞു, ഞാൻ ശ്രീരാമചന്ദ്രന്റെ ആ വാനര സൈന്യത്തിലെ ഏറ്റവും ചെറിയൊരു വാനരനാണ് എന്നാ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് വെക്കണം, ഭഗവാന്റെ ഏറ്റവും വലിയ സേവകനാണ് ദാസ്യഭാവത്തില്. ദാസ്യഭാവത്തില് ഹനുമാനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭക്തനില്ല. രൂപഗോസ്വാമി ഓരോ രസത്തിനും അദ്ദേഹം ഓരോ ഭക്തന്മാരെ വൃന്ദാവന ലീലയിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു, അല്ലെ? മാധുര്യഭാവത്തിന്, വാത്സല്യഭാവത്തിന്. പക്ഷേ അദ്ദേഹം ദാസ്യഭാവത്തിൽ വന്നപ്പോ എക്സാമ്പിൾ ഏതാ നൽകിയത്? ഹനുമാൻ എന്നാ നൽകിയത്. കാരണം ഹനുമാനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ദാസ്യഭാവത്തിൽ വർത്തിക്കുന്ന ഒരു ഭക്തനില്ല. ആ ഭക്തൻ പറയാണ്, ഞാൻ രാമന്റെ വാനര സൈന്യത്തിലെ ഏറ്റവും തുച്ഛനായിട്ടുള്ള വാനരനാണ്. ബാക്കി എല്ലാ വാനരന്മാർക്കും അനവധി ശക്തികളുണ്ട്. ഈ സമുദ്രം ചാടിക്കിടക്കാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല, ഹനുമാന് മാത്രമേ സാധിച്ചുള്ളൂ. എന്നിട്ടും ഹനുമാൻ പറയാണ്, ഏയ് ഞാൻ ഭഗവാന്റെ ഏറ്റവും ചെറിയ ഒരു സേവകനാണ്. അപ്പോൾ നമ്മളുടെ മനോഭാവത്തിനെ അനുസരിച്ചിരിക്കും ഭക്തിയുത സേവനത്തില് നമ്മളുടെ അഡ്വാൻസ്മെന്റ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ശ്രീമദ് ഭാഗവത ശ്രവണം നമ്മൾ കേൾക്കുകയും നമ്മളെങ്കിൽ ശ്രീമദ് ഭാഗവതം വായിക്കുകയും മാത്രം ചെയ്താൽ പോരാ, അവബോധത്തിനെ പവിത്രീകരിക്കണം. കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണ അവബോധം എന്നാണ് പറയണത്. അവബോധത്തെ പവിത്രീകരിക്കുക എന്നാൽ താൻ ഭഗവാന്റെ സേവകനാണെന്ന മനോഭാവം സ്വീകരിക്കല. ഇതാണ് നമ്മുടെ തുടക്കം.
എളിയ സേവകനാണെന്ന്. ശില പ്രഭുപാദര് ലോകമെമ്പാടും ഭക്തിയുത സേവനം എല്ലായിടത്തും പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോ ഭക്തിയുത സേവനം ചെയ്തതിന്റെ ക്രെഡിറ്റ് ശില പ്രഭുപാദര് കൊടുത്ത ആർക്കാണ്? തന്റെ ഗുരുവിനാണ്. ഞാൻ തന്റെ ഗുരുവിന്റെ നിർദ്ദേശങ്ങള് പാലിക്കാൻ ട്രൈ ചെയ്യാണ്. ഈ കാണുന്നതെല്ലാം എന്റെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാ സംഭവിച്ചത്. ഗുരു നേരിട്ട് വേറെ ശിഷ്യന്മാരെ പ്രീച്ച് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിൽ അയച്ചു, പക്ഷെ അവരാരും സക്സസ്ഫുൾ ആയില്ല. ഗുരു പേഴ്സണലി ബ്ലെസ് ചെയ്ത് അയച്ചു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ലണ്ടനിലേക്ക് തന്റെ ശിഷ്യന്മാരെ. അവര് മാക്സിമം 1-2 ആൾക്കാരെ മാത്രമേ അവർക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരെല്ലാരും തിരിച്ചു പോരേണ്ടി വന്നു. ശില പ്രഭുപാദര് ലോകമെമ്പാടും നടന്ന് പ്രചരിപ്പിച്ചു. പക്ഷേ ആ പ്രചരിപ്പിച്ചതിന്റെ മൊത്തം അദ്ദേഹം അതിന്റെ ക്രെഡിറ്റ് മുഴുവനും കൊടുത്തത് തന്റെ ഗുരുവിനാണ്. തനിക്ക് കഴിവുകളൊന്നുമില്ല, താൻ സേവകനാണ്. അപ്പോ ഇതാണ് ഭക്തിയുത സേവനത്തിന്റെ ആദ്യത്തെ പടി. ഇതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു, നമ്മൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്തിയുത സേവനത്തിന്റെ ഉന്നതമായ നിലകള് നമുക്ക് കൈവരിക്കാം. ചേതോ ദർപ്പണത്തിൽ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമങ്ങൾ. അപ്പോ നമ്മൾ അവിടെ സ്റ്റക്കാവരുത്. ചേതോ ദർപ്പണമാർജനം ഭവമഹ, നമ്മൾ അവിടെ സ്റ്റക്കായി പോരുന്നത്. ഫസ്റ്റ് ഇതിൽ സ്റ്റക്കായി പോരുത്. നമ്മൾ സെക്കൻഡ് സ്റ്റാൻസേ നോക്കണം, തേർഡ് സ്റ്റാൻസേ നോക്കണം, ഫോർത്ത് സ്റ്റാൻസേ നോക്കണം. തൃണാദപി സുനീചേന തരൂരപി സഹിഷ്ണുന. അതൊന്നും നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. നമ്മൾ ചൊല്ലുമ്പോ നമ്മൾ ചൊല്ലും തൃണാദപി സുനീചേന, വളരെ ഈണത്തിലേക്ക് നമുക്ക് പാടാൻ പറ്റും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റുക. തൃണാദപി സുനീചേന, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോ അത് കടക്കാതെ, ആ ലെവല് നമുക്ക് കടക്കാതെ നമുക്കൊരിക്കലും ഭഗവാന്റെ ദർശനവും കിട്ടില്ല. ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാലോ അതിനേക്കാൾ ഹയസ്റ്റ് ആണ് പറയുന്നത് ഭഗവാന്റെ സെപ്പറേഷൻ, വിയോഗം എന്ന് പറയുന്നത്. ശിക്ഷാഷ്ടകത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭു അവസാനം പറയുന്നതാണ്, ഏറ്റവും അവസാനത്തെ ശ്ലോകം ഏതാണ്? ആശ്ലിഷ്യാവ പാദരഥം പിനഷ്തുമാം. എന്താണ് അതിന്റെ അർത്ഥം? മദർശനാൻ മർമ്മഹതം കരോതി വാ യഥാ തഥാ വാ വിദധാതു ലംപടോ മത്പ്രാണനാഥസ്തു സം ഏവനാപര. എന്താ അതിന്റെ അർത്ഥം? ആശ്ലിഷ്യവാ പാദരഥം പിനസ്തുമ. ഹയസ്റ്റ് ലെവൽ ഭക്തിയുടെ. എന്താണ് ആശ്ലിഷ്യവാ പാദരഥം പിനസ്തുമ എന്ന് പറഞ്ഞ അർത്ഥം? ആർക്കറിയാം? അദർശന മർമ്മഹതം കരോത്തുവ. ഭഗവാൻ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളട്ടെ. അതെ, ഇനി ഭഗവാൻ എനിക്ക് അദർശന മർമ്മഹതാം കരോത്തുവ, എനിക്ക് ദർശനം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ ഭഗവാൻ സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും. ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്താലും എന്താണ് പറയണ? ചെയ്യാനുള്ള അവകാശം ഭഗവാനിലുണ്ട്. എനിക്ക് ദർശനം തരട്ടെ, എനിക്ക് ദർശനം തരാതിരിക്കട്ടെ, എന്നെ ആശ്ലേഷിക്കട്ടെ, ആശ്ലേഷം ചെയ്യാതിരിക്കട്ടെ. പക്ഷേ എങ്ങനെ വേണമെങ്കിലും എന്നെ നിരസിച്ചോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. കൃഷ്ണ മത്പ്രാണനാഥസ്തു സ ഏവനാപര. ഇതൊക്കെ ചെയ്താലും ഭഗവാനെ ഞാൻ അങ്ങ് എന്റെ പ്രാണനാഥൻ, മത്പ്രാണനാഥസ്തു സ ഏവനാപര, വേറെ ആരുമില്ല. അപ്പൊ ഇത് ഭക്തിയുടെ പരമോന്നതമായിട്ടുള്ള ആ ലെവലാണ് ഭക്തിയുത സേവനത്തിന്റെ.
മാധുര്യഭാവത്തിന്റെ അത്യുജ്വലമായ ആ ഭാവത്തിനെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നത്. ഇത് ശ്രീമതി രാധാറാണിയുടെ ഭാവമാണ് വിരഹം എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പ്രേമത്തിന്റെ രണ്ട് സുഖങ്ങൾ, ഒന്ന് അമൃത് പോലെയാണ്. മിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ സാമീപ്യം, അത് അമൃതിന് തുല്യമാണ്. പിന്നൊന്ന് വിരഹം, അത് പോയിസൺ ആണ്, വിഷതുല്യമാണ്. ഒരേ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭുവില് ഈ വിഷവും അല്ലെങ്കിൽ സെപ്പറേഷൻ ആവുന്ന വിഷവും സാമീപ്യമാകുന്ന അമൃതുമുണ്ട്. പക്ഷെ ഈ വിരഹം സാധാരണ ശരീരം കൊണ്ട് ഈ വിരഹവേദന അനുഭവിക്കാൻ പറ്റില്ല. ശ്രീമതി രാധാറാണിയുടെ വിരഹവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പറയുന്നുണ്ട്, ചന്ദ്രന്റെ കിരണങ്ങള് നമ്മളെ ഭയങ്കരമായിട്ട് തണുപ്പിക്കുമെന്നാ പറയണം. പക്ഷെ ഭഗവാനുടെ വിരഹത്താൽ ചന്ദ്രന്റെ കിരണങ്ങള് ശ്രീമതി രാധാറാണീനെ ദഹിപ്പിക്കുകയായിരുന്നു അത്ര. എന്നാലോചിച്ച് നോക്കിയേ, ചന്ദ്രരശ്മികൾ, ഓപ്പോസിറ്റ്സ്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഈ വിരഹത്തിനെ പറ്റിയുള്ളത് നമുക്ക് തിയററ്റിക്കലായിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴും നമ്മൾ 16 മാല ജപിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം, ഫോർ എക്സാമ്പിൾ നമ്മൾ 2 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയുള്ള 24 മണിക്കൂറിൽ ബാക്കി 22 മണിക്കൂറും നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ നിന്നും വിരഹവേദന അനുഭവിക്കണമെന്നാണ്. അപ്പൊ ചില വ്യക്തികൾക്ക് ഈ ഭഗവാന്റെ നാമത്തിനോടും ഇതേപോലെ സാമീപ്യവും അതേപോലെ വിരഹവും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ചില ഭക്തന്മാര് പറയുന്നത്, രസിക ഭക്തന്മാര് പറയണത്, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലും ഉണ്ട് സാമീപ്യവും സംയോഗവും അതേപോലെ വിരഹവും. അപ്പോ നമ്മുടെ മനോഭാവം, ഭക്തിയുത സേവനത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള മനോഭാവം കൈവരിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയുത സേവനം നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ പ്രത്യക്ഷാവഗമം ധർമ്മ്യം, ഭഗവാന്റെ ഗ്യാരണ്ടിയാണ് പറയുന്നത്, പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. പക്ഷെ അത് നമ്മുടെ ഗുരുക്കന്മാരും ശ്രീ ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഭഗവത് ദർശനവും നമുക്കും ലഭിക്കുമെന്നാണ് പറയുന്നത്. അത് അത്യധികം ബുദ്ധിമുട്ടുള്ളൊരു വസ്തുവാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, സുഭദ്രാദേവിക്കും ദ്രൗപദിക്കും കുന്തിക്കും ഉത്തരയ്ക്കും ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും ഇവർക്കെല്ലാം ലഭിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് ആ ഒരു വിരഹം ചൈതന്യ മഹാപ്രഭു ആ ജീവജാലങ്ങൾക്ക്, വന്യമൃഗങ്ങൾക്കും കൊടുത്തു. ഒന്ന് ആലോചിക്കും, എന്തായിരുന്നു അവരുടെ ക്വാളിഫിക്കേഷൻ? ജാരിഖണ്ഡയില് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു അവർക്ക്. പക്ഷെ ശ്രീ ചൈതന്യ മഹാപ്രഭു അത് ആ വന്യമൃഗങ്ങൾ, കടുവയ്ക്ക്, ആനകൾക്ക്, മാനിന്, അവരെല്ലാം ആ പ്രേമത്തില് അവരെല്ലാം മതിമറന്നുപോയി. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിക്കുന്നവർക്ക് അവർക്കും ഭക്തിയുടെ ഈ പരമോന്നതമായ രസങ്ങളിൽ എത്താൻ സാധിക്കും. അപ്പോ ചില പ്രഭുപാദര് അതുകൊണ്ടാണ് പറയണത്, ഭക്തിയുത സേവനത്തിൽ ഒരു പരിശുദ്ധ ഭക്തന്റെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 8:45 ആയി, നമുക്ക് 8:46 ആയി, നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ മജു. പ്രഭു, ഇത് വളരെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും
നമ്മുടെ അവബോധം ശുദ്ധമാക്കാനും ഉതകുന്ന വിധത്തിൽ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു പ്രഭു. വളരെ നല്ല ക്ലാസ്. പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ധൃതരാഷ്ട്രര് ഇതുപോലെ ഭഗവാനോട് ആഭിമുഖ്യമുള്ള ഒരാളായിരുന്നു. ധൃതരാഷ്ട്രർക്ക് ഭഗവാൻ ദർശനം കൊടുത്തു. ധൃതരാഷ്ട്രർ അങ്ങനെ പുത്രന്മാരോട് അങ്ങനെ ഒരുപാട് ഇത് ആഭിമുഖ്യം കാണിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നല്ലോ. അപ്പോ ധൃതരാഷ്ട്രർക്ക് കിട്ടിയല്ലോ, അതെങ്ങനെ കിട്ടിയെന്നു? ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്രന് നല്ലൊരു ചോദ്യം മാതാജി. ധൃതരാഷ്ട്രന് ഒരു ഭക്തന്മാരും നമ്മളുടെ പരമ്പരയിലുള്ള ഒരു ഭക്തനും ഭക്തന്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല, പരിശുദ്ധ ഭക്തന്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രയുടെ അവസാന നിമിഷങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഭക്തിയുത സേവനത്തിലല്ല അദ്ദേഹം നിമഗ്നനായിരുന്നു. ധൃതരാഷ്ട്രന് അപ്പോൾ നമ്മൾ ഭഗവത്ഗീത പരിശോധിക്കണമെങ്കിൽ നമുക്കറിയാം, ഭഗവത്ഗീതയെ പോലുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥം സ്റ്റാർട്ട് ചെയ്യുന്നത് ധൃതരാഷ്ട്ര ഉവാചം. ഒന്ന് ആലോചിക്കുക, എന്താ ധൃതരാഷ്ട്രയുടെ ഒരു ഭാഗ്യം. അപ്പൊ ഭക്തന്മാര് പറഞ്ഞിരുന്നത് ദിസ് ഈസ് ലൈക്ക് ഒരു എന്താ പറയണ നിഴലാണത്രേ. ഭക്തിയുത സേവനം അല്ലെങ്കിൽ ഭഗവാനെ കാണിക്കുമ്പോൾ ഭഗവാൻ സൂര്യസമാനമാണ്, ഇത് നിഴലാണ് അല്ലെങ്കിൽ അന്ധകാരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തില് ഭഗവാനോട് സെപ്പറേഷൻ അദ്ദേഹത്തിന് തോന്നിയെങ്കിലും ധൃതരാഷ്ട്രര് മെറ്റീരിയലി അറ്റാച്ച്ഡ് ആയിരുന്നു. വിതുരര് വന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, ധൃതരാഷ്ട്ര നീ ഇപ്പോഴും രാജാവാണെന്ന ഭാവമാ. അപ്പൊ ഭഗവാനോട് സെപ്പറേഷൻ തോന്നിയെങ്കിൽ പോലും അദ്ദേഹം പരിശുദ്ധ ഭക്തനല്ലായിരുന്നു. ആ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല. നമുക്ക് ദ്രൗപദി ദേവിയെ പോലെ അല്ലെങ്കിൽ കുന്തി ദേവിയെ പോലും കണക്കാക്കാൻ പറ്റില്ല. കാരണം ഭഗവാനേക്കാൾ അറ്റാച്ച്ഡ് ആയിരുന്നു അദ്ദേഹം തന്റെ സ്ഥാനമാനങ്ങൾക്ക്. അതുകൊണ്ടാണ് അവസാനം വിതുരര് വന്ന് ശാസിക്കുന്നത്, ഇപ്പോഴും നീ കടിച്ചു തൂങ്ങി കിടക്കയില്ലേ നീ ശാസിക്കുന്നു. നമ്മളും ഭഗവാനുമായിട്ട് അറ്റാച്ച്ഡ് ആകണമെങ്കിൽ, ഇതും നമുക്കൊരു ലെസൺ. എന്താണ്, നമ്മളും ഭഗവാനുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം കുറച്ചൊക്കെ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ റിലേറ്റീവ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ളവരുടെ അടുത്തോ ആണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളും ധൃതരാഷ്ട്ര പോലെയാണ്. ധൃതരാഷ്ട്രന് ഒരു ഭക്തനും ഒരു ആചാര്യനും ശ്രേഷ്ഠ ഭക്തനായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇവിടെ അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് അതായത് സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് ഉണ്ട്. അറ്റാച്ച്മെന്റോടെ ചെയ്യുന്ന ഭക്തി ഈസ് നോട്ട് പ്യുവർ ഭക്തി. അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ വിതുരർക്ക് വന്ന് പറഞ്ഞാൽ മതിയല്ല, നീ ഭക്തിയുത സേവനം ചെയ്യ്. കാര്യം വിതുരൊരു ഭക്തിയുത സേവനം ചെയ്യും, ഇവരെല്ലാരും ഭക്തിയുത സേവനത്തിൽ നിമഗ്നരായിരിക്കുന്നവർ. അദ്ദേഹത്തിന് ആ ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു, അറ്റാച്ച്മെന്റ് കൂടുതലായിരുന്നു. ശ്രീല പ്രഭുപാദർ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, ഇവ സ്പിരിച്വലി ബ്ലൈൻഡ്. സ്പിരിച്വലി ബ്ലൈൻഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മെറ്റീരിയലി അറ്റാച്ച്ഡ് എന്നാണ്. അപ്പൊ ഒരു സെപ്പറേഷൻ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭക്തിയുത സേവനത്തിന്റെ സെപ്പറേഷൻ ആയിരുന്നില്ല, അതൊരു ഇമോഷണൽ സെപ്പറേഷനാണ്. ഇപ്പോ ചിലപ്പോ നമ്മൾ കാണത്തില്ല, യുദ്ധഭൂമിയിൽ ഒരു സ്ത്രീക്ക് തന്റെ എന്താണ് ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരും തലകറങ്ങി വീഴും അല്ലെ? പക്ഷെ അവിടെ സ്പിരിച്വൽ ഉണ്ടോ? ആധ്യാത്മികമാണോ ആ തലകറക്കം? അതേപോലെ ഇപ്പൊ കാണിച്ച ധൃതരാഷ്ട്രയുടെ ഈ സെപ്പറേഷൻ അത് ഒരു ഇമോഷണൽ സെപ്പറേഷൻ ആയിരുന്നു, ഒരു സ്പിരിച്വൽ ഇതായിട്ട് അത് ശ്രീല പ്രഭുപാദര് പറഞ്ഞിട്ടുമില്ല. ഹരേ കൃഷ്ണ. അപ്പോ അതിന് ഉത്തരം ഞാൻ നൽകിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഹരേഷ്ണ പ്രഭു, ഒരു സംശയം ചോദിക്കും. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണന്റെ പൂർണ്ണ അവതാരമല്ലേ? ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രാധയും കൃഷ്ണനും ചേർന്നതാണല്ലോ ചൈതന്യ മഹാപ്രഭു. അതെ.
അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നാമം ജപിക്കുമ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ചാൽ മതിയല്ലോ. നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് എല്ലാവരും തുടക്കത്തിൽ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതെ. അതിന്റെ അർത്ഥം നമ്മൾ ജപിക്കുന്ന ഈ നാമങ്ങളെല്ലാം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അർപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞാലേ നമുക്ക് നമ്മളുടെ ഒഫൻസസിൽ നമുക്ക് നമ്മുടെ അപരാധങ്ങളിൽ നമുക്ക് മുക്തരാൻ പറ്റുള്ളൂ. കാരണം ഭൗതികമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന ജീവജാലങ്ങൾക്ക് ശുദ്ധനാമം ജപിക്കാൻ പറ്റില്ല. നമ്മൾ നാമം ജപിച്ചാൽ അത് അപരാധ നാമമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന് നമ്മളുടെ നാമങ്ങൾ അർപ്പിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു അർപ്പിച്ചുള്ള ഗുണം എന്താ? അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സിൽ ധ്യാനിച്ചാലുള്ള ഗുണം എന്താ? അദ്ദേഹം അപരാധമൊന്നും നോക്കില്ല. അപ്പൊ യെസ്, അതിന്റെ ഉത്തരം യെസ് മാതാജി. ഇപ്പൊ നമ്മൾ ഇടക്ക് കുറെ സമയം നമ്മൾ നാമത്തിൽ തന്നെ ശ്രദ്ധിക്കും, പിന്നെ കുറെ സമയം ഭഗവാന്റെ രൂപത്തിൽ ശ്രദ്ധിക്കും, ഓർക്കും. പക്ഷെ അത് രണ്ടിനും പകരം ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം തന്നെ മനസ്സിൽ കണ്ട. കാരണം രാധാറാണിക്ക് അർപ്പിച്ചതിന് ശേഷമാണല്ലോ ഭഗവാൻ കൃഷ്ണൻ സ്വീകരിക്കുന്നത്. എന്തും രാധാറാണിയിൽ അർപ്പിച്ചതിന് ശേഷമാണല്ലോ കൃഷ്ണൻ സ്വീകരിക്കുന്നത്. അതായത് ഹരേ കൃഷ്ണ എന്ന് പറയുന്നതിൽ ഹരേ എന്ന് പറയുന്നത് രാധാറാണിയാണല്ലോ. അതെ. അപ്പൊ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ രാധാറാണിയും കൃഷ്ണനും അത് രണ്ടും കൂടി ചേർന്നതാണല്ലോ ചൈതന്യ മഹാപ്രഭു. അപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം മനസ്സിൽ കണ്ടാൽ അതിൽ രാധാറാണിയും കൃഷ്ണനും ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അതില് രാധയും കൃഷ്ണനും ഉണ്ട്. സെപ്പറേഷനും ഭഗവാന്റെ തന്നെ കൃഷ്ണന്റെ ആ സെപ്പറേഷൻ കാണിക്കുകയാണ്. രാധാറാണിയുടെ എന്താ പറയണ മനോഭാവമാണ് ചൈതന്യ മഹാപ്രഭു. കൃഷ്ണന് രാധാറാണിയുടെ മനോഭാവം വന്നു, അതാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിൽ ധ്യാനിക്കാം തുടക്കക്കാർക്ക്. അത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കാണാം, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോട്ടോയിൽ നോക്കാം. ഭഗവാന്റെ തന്നെ രൂപങ്ങളിൽ നോക്കി ചാൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഇൻഅറ്റന്റീവ് ചാൻഡിങ്ങിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത്. കാരണം ഏറ്റവും വലിയ അപരാധം എന്താണ്? അശ്രദ്ധ, ഇൻഅറ്റന്റീവ് ചാൻഡിങ്. അപ്പോ നമ്മൾ ഭഗവാന്റെ ദർശിക്കുക, ഭഗവാന്റെ ഫോട്ടോയോ ഭഗവാന്റെ വിഗ്രഹങ്ങളോ ദർശിച്ച് അല്ലെങ്കിൽ തുളസി ദേവിയെ ദർശിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഅറ്റന്റീവ് ചാൻഡിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ദർശിക്കും? നമ്മൾ ബസ്സിലൂടെ പോകണമെങ്കിൽ നമ്മൾ കാഴ്ച കണ്ടിട്ട് ചാൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ നോക്കി നമ്മൾ ചാൻഡ് ചെയ്യും. അറ്റന്റീവ് ചാൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെയോ അല്ലെങ്കിൽ ഭഗവാനെയോ കണ്ടുകൊണ്ട് ചാൻഡ് ചെയ്യും. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന് നമ്മൾ നമ്മുടെ നാമങ്ങൾ അർപ്പിക്കുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു അത് നമ്മുടെ അപരാധങ്ങളെ അദ്ദേഹം ഇല്ലാതാക്കും. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. രണ്ടും ഒരാളാണ്, ചൈതന്യാളും രണ്ടും ഒരാളാണ്. ശ്രീകൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും ഒരു വ്യക്തി തന്നെ. പക്ഷേ ഭഗവാന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കി, അത്ര വ്യത്യാസം. കൃഷ്ണൻ തന്നെയാണ് ഭഗവാന് എല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ശ്രീമതി രാധാറാണി എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വസ്തുത ഭഗവാൻ അറിയില്ല. അപ്പോ അത് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വന്നു. ഓക്കെ, അപ്പോ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭു കുറെ കൂടി കാരുണ്യവാനാണ്. കൃഷ്ണൻ ആദ്യം പറയും സർവധർമ്മൻ പരിത്യജ, എന്നാ ഞാൻ നിനക്ക് ശരണം തരാം. ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ അദ്ദേഹം കൃഷ്ണൻ തന്നെയാണ്, പക്ഷെ അദ്ദേഹം കണ്ടീഷനൊന്നും ഇല്ല. അദ്ദേഹം ഫ്രീ ആയിട്ട് അദ്ദേഹം കൊടുക്കാൻ തയ്യാറാണ്. അതേ വ്യത്യാസമുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ മാതാജി. ഇല്ല, പ്രണാം പറഞ്ഞതാ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവർക്കും എന്റെ പ്രണാമം ഒരിക്കൽ കൂടി. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.
अनंत कोटि वैष्णव वृंद की श्रील जय प्रभुपाद की जय, श्रील गुरुदेव की जय जय। अब जय। थैंक यू मच। Thank you so much, Prabhu. Hare Krishna. हरे कृष्ण कृष्ण हरे कृष्ण प्रभु जी हरे कृष्ण हरे कृष्णा। हरे कृष्ण हरे कृष्ण हरे कृष्ण। हरे कृष्ण थैंक यू प्रभु जी प्रणाम थैंक यू सर। हरे कृष्ण प्रभु जी, thank you, thank you.